പണ്ട് ആരാണിവിടെ താമസിച്ചിരുന്നതെന്നോ എന്തൊക്കെ ഇവിടെ സംഭവിച്ചുവെന്നോ ആർക്കുമറിയില്ല. ഇടിഞ്ഞു പൊളിഞ്ഞ് വേരുകൾ കയറി നിലം പൊത്താറായെങ്കിലും ഇനിയുമെന്തോ വലിയൊരു കാര്യം കൂടി ഇവിടെ സംഭവിക്കാൻ കാത്തു നിൽക്കുന്നത് പോലെ തോന്നും കോട്ട കണ്ടാൽ. അസാധാരണമായ എന്തോ സംഭവിക്കാൻ പോകുന്നത് ചിലർ മാത്രം മുൻകൂട്ടി കണ്ടു. ചില കൊച്ചു ജീവികൾ. അവർ മാളങ്ങളിൽ നിന്ന് പുറത്തു വന്ന് കൂട്ടത്തോടെ കോട്ടയിലേക്ക് പാഞ്ഞു. ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ എലികൾ കോട്ടക്കകത്തും പരിസരത്തും കാത്തിരുന്നു. അതെ, ഏറെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ കോട്ടയിൽ ഒരാൾ വരാൻ പോകുന്നു. പിറ്റേന്ന് മറ്റൊരിടത്ത്. മര്യാദക്ക് ആ യന്ത്രമിങ്ങെടുത്തോ, ഇല്ലെങ്കിൽ രണ്ടിനെയും സൂപ്പാക്കും. അയ്യോ, ലൊട്ടിലൊടുക്കിൻ്റെയും ഗുൽഗുൽമാലിൻ്റെയും പരീക്ഷണശാല. ഇന്നാ പിടിച്ചോ. തീർന്നില്ലേ? ഹും, തീർന്നില്ല. ഇതിൻ്റെ ഗുട്ടൻസ് കൂടി പറഞ്ഞു തരണം. ദാ ഈ സൂചി പിറകോട്ടു തിരിച്ചാൽ കഴിഞ്ഞ കാലത്തെത്താം. ഓഹോ, ഈ നൂറ്റാണ്ടു പിന്നോട്ടു പോകണമെങ്കിൽ സൂചി രണ്ടിനു നേരെ വെച്ചാൽ മതി. തട്ടിപ്പാണോ? സംഗതി നടക്കുമല്ലോ. നടക്കുമോന്ന് നടന്നില്ലേൽ ഈ ലൊട്ടുലൊടുക്കിനെ അങ്ങ് തട്ടിക്കോ. 2 നൂറ്റാണ്ട് പിന്നിലേക്ക് പോയാൽ തിരിച്ചു വരാൻ എന്തു ചെയ്യും? ഒന്നും ചെയ്യണ്ട. 1 മിനിറ്റ് യന്ത്രത്തിൻ്റെ സമയം. അതു കഴിഞ്ഞാൽ നേരെ തിരിച്ചു വരും. കേട്ടിട്ട് സംഗതി കൊള്ളാം. നമുക്കൊന്ന് പരീക്ഷിച്ചാലോ വിക്രമ? പഴയ കാലത്തേക്ക് പോയിട്ട് വല്ലതും അടിച്ചു മാറ്റിയിട്ട് വരാം. ആ റെഡി. സൂചി തിരിക്കാൻ പോവുകയാ. സൂക്ഷിക്കണേ വിക്രമ. ബും. എൻ്റെ അമ്മേ, ദേ പോയി. വിക്രമന വല്ല ഗുഹാമനുഷ്യനും പിടിച്ചു തിന്നാതിരുന്നാൽ മതിയായിരുന്നു. 1 മിനിറ്റ് കഴിഞ്ഞതും. മുത്തു, എവിടുന്നാടെ ഈ പെട്ടി? സ്ഥലമൊന്നും മനസ്സിലായില്ല. എടുത്തപ്പോൾ നല്ല വെയിറ്റ്. പിന്നെ ഒന്നും നോക്കിയില്ല. എന്താ ഇതിനകത്ത്? ആർക്കറിയാം. തകർപ്പൻ ഡിസൈനാ. വല്ല രാജാവിൻ്റെ ആഭരണങ്ങളാവും. കുന്ത്രാണ്ടം തുറക്കാനും പറ്റുന്നില്ല. വെട്ടിപ്പൊളിച്ചാലോ? അതിനാദ്യം കോടാലി കൊണ്ടുവരണം. അതുവരെ ഇതൊന്ന് ഒളിപ്പിച്ചു വെക്കണം. പറ്റിയ ഒരു സ്ഥലമുണ്ട്. വാ, ഈ കോട്ടക്കകത്ത് വെക്കാം. ഒരുത്തനും തിരിഞ്ഞു നോക്കില്ല. ഹാവ്, അങ്ങനെ അതോ ഓക്കെ. പെട്ടിക്കകത്ത് സ്വർണമാകുമോ മുത്തു? രത്നങ്ങളാവും. രാധേ, വിക്രമനും മുത്തുവും. സ്വർണമാലയും രത്നമായാലും നമുക്ക് പപ്പാതി. വെച്ചത് അവിടെ ആയതുകൊണ്ട് ആരും കാണുമെന്ന് പേടിക്കണ്ട. വേഗം വാ, ഇരുട്ടും മുമ്പ് തിരിച്ചെത്തണം. അവന്മാർ ഏതോ കൊള്ള കഴിഞ്ഞു വരവാ. എന്തായാലും നമുക്ക് മായാവി വിളിച്ച് കാര്യം പറയാം. ഓം ഹ്രീം കുട്ടിച്ചാത്ത. മായാവി വന്നില്ലല്ലോ. എന്തോ കുഴപ്പമുണ്ട്. ഇനി എന്തു ചെയ്യും? രാജു ഒരു നിമിഷം ആലോചിച്ചു. മായാവിയെ നമുക്ക് അന്വേഷിക്കാം. പക്ഷേ അതിനു മുമ്പ് വിക്രമൻ്റെ കാര്യം. പോലീസിനോട് പറഞ്ഞാലോ? അല്ല, വേറൊരാളുണ്ട്. ഫോൺ നമ്പർ എനിക്കറിയാം. വേഗം വാ, വീട്ടിൽ ചെന്നിട്ട് ഫോൺ ചെയ്യാം. ലോകത്തിൽ ഏറ്റവും വിശ്രമം കുറഞ്ഞ ഫോണുകളിലൊന്നിലേക്കാണ് രാജു വിളിച്ചത്. സാരേ ജഹാം സെ അച്ഛാ ഈഹാ. ടോണി ബ്ലെയറാവും. ലണ്ടൻ സ്ഫോടനം അന്വേഷിക്കാമോ എന്ന് ചോദിക്കാൻ വിളിക്കുമെന്ന് ബുഷ് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. സ്ഫോടനത്തിൽ കോഴിക്ക് വല്ലതും ചത്തോന്നും കൂടി ചോദിച്ചേക്കണം. ഹലോ, ജമ്പൻ പോൾവാൾട്ട് ഹിയർ. രാജു, രാധ. ടോണി ബ്ലെയറിൻ്റെ പിള്ളേരുടെ പേര് അതല്ലല്ലോ. ലണ്ടനിലല്ലെന്നോ? നാ ഓഹോ ഹാ നാ ചീം ഹാ ഈ ഹാ കൂടി ബാക്കിയുണ്ട്. ഓക്കെ, ഞങ്ങളിതാ പുറപ്പെടുകയായി. അതായത് ഇന്നും പട്ടിണി. ഷിഹാ. കുറ്റകൃത്യത്തിൻ്റെ വാർത്ത കിട്ടിയാൽ ജമ്പൻ സച്ചിൻ തെണ്ടുൽക്കർ അടിച്ചത് പന്ത് പോലെ. എങ്ങോട്ടാണ് യാത്രയെന്ന് അസിസ്റ്റൻറ്റിനോട് പറയാനുള്ള മര്യാദ ലോകത്തിലെ സകല ഡിറ്റക്റ്റീവുകൾക്കുമുണ്ട്. 2 കള്ളന്മാർ എവിടുന്ന് ഒരു പെട്ടി തട്ടിയെടുത്ത് എവിടെയോ ഒളിപ്പിച്ചിരിക്കുന്നു. ബഡ്. അത്രയുള്ളോ? കോഫി അണ്ണൻ കാപ്പി കുടിക്കാൻ ക്ഷണിച്ചതാണെന്ന ചാട്ടം കണ്ടപ്പോൾ വിചാരിച്ചത്. സ്റ്റുപ്പിഡ്. കൊള്ളയേക്കാൾ വലുതാണോ കാപ്പി? കേസന്വേഷണത്തിനിടയിൽ അസിസ്റ്റൻ്റ് പട്ടിണി മരണം സംഭവിച്ചാൽ ആർക്കാ മോശം? കൊള്ളയെങ്ങാനും കേട്ടാൽ തിളച്ചിടും ചോര ജമ്പൻ്റെ ഞരമ്പുകളിൽ എന്ന് അമിതാഭ് ബച്ചൻ എഴുതിയത് വായിച്ചിട്ടില്ലേ? ചിക്കൻ ഫ്രൈ തന്നെ അമൃതം, ചിക്കൻ ഫ്രൈ തന്നെ ജീവിതം, ചിക്കൻ ഇല്ലേൽ നായകൾക്ക് മൃതി തന്നെ സുഖപ്രദം എന്നും അങ്ങനെ എഴുതിയിട്ടുണ്ട്. വിക്രമനും മുത്തുവുമാണ് പെട്ടിയൊളിപ്പിച്ചത്. കോടാലിയുമായി അവന്മാർ തിരിച്ചെത്തും മുമ്പേ പ്രാഥമിക അന്വേഷണം തീരണം. സ്റ്റോപ്പ്. വാട്ട് ഹാപ്പൻ? 2 പേർ ഇവിടെ അലഞ്ഞു തിരിഞ്ഞതിൻ്റെ മണം വരുന്നു. തുമ്പൻ്റെ സംശയം തെറ്റിയ ചരിത്രമില്ല. യു ആർ അണ്ടർ അറസ്റ്റ്. ഓടെ തമ്പുരാനെ. ആരാണ്? എന്തിനു വന്നു? ഇവിടുത്തെ കാര്യം എങ്ങോട്ട് പോകുന്നു? ഞാനൊരു മന്ത്രവാദിനിയാണേ. പേര് ഡാഗിനി. ഇത് ലുട്ടാപ്പി കുട്ടിച്ചാത്തനാ. മന്ത്രവാദിയും കുട്ടിച്ചാത്തനും
ജവാനോട് മാന്ത്രിക സീരിയലിൻ്റെ കഥ പറയാനുള്ള നേരമല്ല ഇത്. നിങ്ങളെ കണ്ടിട്ട് ഫാൻറ്റസ്ട്രസിക്കാരുടെ മട്ടുണ്ടല്ലോ. സത്യം പറ, ഈ കൊമ്പും പല്ലും പ്ലാസ്റ്റിക് അല്ലേ? അല്ല, ഒറിജിനലാണേ. ചുവപ്പ് കളർ പെയിൻ്റ് അല്ലേ? ഞാൻ മണത്ത് നോക്കി. സത്യമായിട്ടും ഞാൻ കുട്ടിച്ചാത്തനാ. വേണേൽ തെളിയിച്ചു തരാം. ദാ പിടിച്ചോ. ഫയർ! ഇവനെന്താ തീപ്പെട്ടി ഒഴുങ്ങിയോ? ഉഗാണ്ടയിലെ ആദിവാസികൾ ഇതുപോലെ തീയൂതുന്നത് കണ്ടിട്ടുണ്ട്. നീ ഉഗാണ്ടക്കാരനാ അല്ലേ? അമ്മൂമ്മ, ഇവന്മാർക്ക് തലക്ക് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു. ബോസ്, ഞാനൊരു ഞെട്ടിക്കുന്ന സത്യം പറയാം. ഇവൻ കുട്ടിച്ചാത്തൻ തന്നെ. എടുത്തു ചാടിയാൽ ലോകത്തിനൊരു ഡിക്റ്റേറ്റീവിനെ നഷ്ടമാകും. കൊള്ളക്കാർ വേണോ കുട്ടിച്ചാത്തൻ വേണോ, അതാണ് ചോദ്യം. ചേ, ഞാൻ കുട്ടിച്ചാത്തനെ പിടിക്കാൻ പോയെന്ന് കേട്ടാൽ അമേരിക്കക്കാരെന്ത് വിചാരിക്കും? അതുകൊണ്ട് നീ ഇവിടെ നില്ല്, ഞാൻ കൊള്ളക്കാരെ പിടിച്ചു വരാം. അത് ശരി, അപ്പോൾ തടി ഊരാൻ തീരുമാനിച്ചുവെന്ന് ചുരുക്കം. ആ പോക്ക് കണ്ടാൽ പേടി പരക്കം പായുന്നതാണെന്ന് തോന്നുകയില്ലേ? കാണാൻ നല്ല ശരി. എന്താടാ പട്ടിക്കുട്ടൻ നിൻ്റെ പേര്? യു ഷട്ടപ്പ്. ലോകപ്രശസ്തനായ ഒരു ഡിക്റ്റേറ്റീവിനെ എടാ പോടാന്ന് വിളിക്കുന്നു. അത് കലക്കി. നേരത്തെ പോയ മുട്ടത്തലേനെ പോലല്ല ഈ തുമ്പൻ. കുട്ടിച്ചാത്തന്മാരെ തീരെ പേടിയില്ല. അയ്യടാ, അതിന് ഈ ലുട്ടാപ്പിയെ തീരെ പേടിക്കാനില്ലെന്നേ. ഇവനൊരു പാവമാ. പക്ഷേ കുട്ടിച്ചാത്തന്മാരിൽ ദുഷ്ടന്മാരുമുണ്ട്. അങ്ങനെ ഒരുത്തിനെ കാണിച്ചു തരാം. ദാ ഇവൻ മായാവി തിരുമാലിയാ. ഇവൻ തിരുമാലിയാണെന്നോ? എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഒത്തു ഡാഗിനി ഒത്തു. വരുന്ന വഴിക്ക് ആ പിള്ളേരെ കിട്ടി. ആ മരത്തിൽ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. ഹൂ ഈസ് ദിസ് ഓൾഡ് മാൻ? അസ്ഥിക്കൂടം അരിമാവിൽ മുക്കിയതുപോലെയുണ്ടല്ലോ. ഇതാരാ? ഒരു മുട്ടത്തലേൻ്റെ കൂടെ വന്നതാ. വലിയ ചാടക്കാരനാ. പട്ടിയാണെന്ന് വിചാരമില്ല. എന്നെ ചീത്ത വിളിച്ച് കുട്ടൂസാ. നീ ഏതാടാ? മര്യാദക്ക് സംസാരിക്കണം. കള്ളലക്ഷണമുള്ളവരെ എനിക്ക് അലർജിയാ. ദേ, മയിൽക്കുറ്റിയിൽ ഓന്തിരിക്കുന്ന പോലെയുള്ള ഒറ്റപ്പല്ല് പോകണ്ടെങ്കിൽ മര്യാദക്ക് സംസാരിക്കുക. ഇവൻ ആളൊരു കാന്താരിയാണല്ലോ. പെട്ടെന്ന് ഊ ചെന്നായ്ക്കളാണല്ലോ. എലി 5-6 ഉണ്ടല്ലോ. എല്ലാം കൂടി എങ്ങോട്ടാണാവോ? അത് ശരി. എന്തു ശരി? ഓഹോ, അപ്പോൾ കാര്യമൊന്നും മനസ്സിലായില്ല അല്ലേ? ഓടിപ്പോയത് എലിയാണെന്ന് മനസ്സിലായി. കോലാടിൻ്റെ പോലെ താടി നീട്ടി നടന്നാൽ പോരാ, മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാക്കണം. പട്ടി ഒരു മൃഗമാണല്ലോ. നിൻ്റെ ഭാഷ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഫൂൾസ്, അത് മനുഷ്യൻ്റെ ഭാഷ പറയാൻ എനിക്കറിയാവുന്നത് കൊണ്ട്. ആ ചെന്നായ കരച്ചിലിൻ്റെ അർത്ഥം മനസ്സിലായോന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, സംഗതി അപകടമാണ്. അപകടമെന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടം. തടി കേടാവണ്ടെങ്കിൽ വേഗം സ്ഥലം വിട്ടോ. ഓൺ യുവർ മാർക്ക്, അറ്റൻഷൻ, പിച്ച്, മൂട്ട്, ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്. എന്താ അപകടമാ വരാൻ പോകുന്നതല്ല, വന്നു കഴിഞ്ഞു. കൂടുതൽ തെളിച്ചു പറഞ്ഞാൽ നിങ്ങൾ പേടിച്ചു ചത്തുപോകും. എനിക്ക് കുറേ തെളിവുകൾ കൂടി എടുക്കാനുണ്ട്. ഗുഡ് ബൈ. ചേട്ടാ, ഒന്ന് നിൽക്കണേ. കൺഗ്രാജുലേഷൻസ് ആ കിളവിയെ ഫൂൾ എന്ന് വിളിച്ചതിന്. ഞാൻ കുറേ കാലമായിട്ട് ആശിക്കുന്നതാ, പറ്റിയിട്ടില്ല. ബോസിനെ വിവരം അറിയിക്കണം. ഇത് വെറുമൊരു ഡിക്റ്റേറ്റീവിൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന കേസല്ല. എന്താ കുട്ടൂസ് ആ പട്ടി പറഞ്ഞിട്ട് പോയത്? ചുമ്മാ പേടിപ്പിക്കാൻ അല്ല പിന്നെ. ഇതൊന്നും കേട്ട് വിരളല്ലേ ഡാഗിനി. നേരം പോയി. നമുക്ക് ആ പിള്ളേരുടെ കഥ കഴിക്കണം. ലുട്ടാപ്പി, നീ പോയി ഒരു കടുവയെ പിടിച്ചുകൊണ്ട് വാ. പിള്ളേരെ കടുവ പിടിക്കട്ടെ. കടുവയോ? ഞാൻ തന്നെ പോണോ? എടാ മണ്ട, കടുവയെ ആക്കിയിട്ട് പിടിച്ചാൽ മതി. മയക്കുമന്ത്രം അടുപ്പിച്ച് തന്നതല്ലേ. അധികം വൈകരുത്. ഈ കിളവൻ്റെ ഓരോ ഐഡിയകൾ. അതേസമയം കിട്ടി, ഒരുത്തനെ കിട്ടി. ശരി, ഓടിവാ. ഇവന്മാരുടെ ഒടുക്കത്തെ ഓട്ടം. ഇവൻ ശകലം മുടണ്ടുള്ളത് കൊണ്ട് പിടികിട്ടിയത്. വിടടാ, എനിക്ക് തിരക്കുണ്ട്. പിന്നെ ഒരു തിരക്കുകാരൻ. എങ്ങോട്ടാ ഇത്ര തിരക്കിട്ട് പറയാൻ മനസ്സില്ല. എടാ അഹങ്കാരി, ഞാൻ ആരാണെന്നാ നിൻ്റെ വിചാരം? ആരായാലും എനിക്കെന്താ? ശരു, ഇവനാളൊരു തറുതല വീരനാ. പുഴുങ്ങി തിന്നാൽ തിന്നുന്നവന് വയറുവേദന പിടിക്കും. അതാ ഇനം. എന്നാൽ തിന്നാൻ നിങ്ങൾ വിവരമറിയും. എൻ്റെ ചങ്ങാതിമാർ പോകുന്നത് കണ്ടല്ലോ. അവരെല്ലാം കൂടി എങ്ങോട്ടാ പോയതെന്നാ വിചാരം? എന്താ കാട്ടിലെ എലികൾക്കൊക്കെ നമ്പറിട്ട് കൊടുക്കുന്നുണ്ടോ? ഞങ്ങളുടെ രാജാവ് വന്നിട്ടുണ്ട്. അങ്ങേരുടെ കളിക്കാൻ നിൽക്കണ്ട. പെട്ടെന്ന് സൂത്രൻ തലക്കകത്തൊരു പന്തം കത്തിയതുപോലെ തോന്നി. എന്നാൽ പിന്നെ മോൻ പോയാട്ടെ, ചെന്ന് രാജാവിനെ കണ്ടാട്ടെ. അപ്പോൾ കുറുക്കച്ചാർക്ക് പേടിയുണ്ട്. സൂത്ര, താനിപ്പോൾ കാണിച്ചത് മണ്ടത്തരമല്ലേ എന്നൊരു സംശയം. അതെന്താ? വിശന്നിട്ട് കണ്ണ് വയ്യെന്നേ. താൻ എന്തിനാ അവനെ വിട്ടത്? പറഞ്ഞു തരാം, പിന്നാലെ ഓടിവാ. കാട്ടിലെ എലികളെല്ലാം കൂടി അവന്മാരുടെ രാജാവിനെ കാണാൻ പോയിട്ടുണ്ട്.
ആരാണോ വെറ്റങ്ങളുടെ രാജാവ്? എലികളുടെ രാജാവ് ആരാ? പെരുച്ചാഴി ആയിരിക്കും. ആരെങ്കിലും ആകട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. എല്ലാം കൂടി കൂട്ടം കൂടി ഇരിക്കുന്ന സ്ഥലം നമ്മൾ കണ്ടുപിടിക്കും. അമ്മോ, അതിന് താനെന്തിനാ പേടിച്ച് കരയുന്നത്? നമ്മളെ അവറ്റങ്ങൾ പിടിച്ചു തിന്നാനൊന്നും പോണില്ല. പക്ഷേ നമ്മളവരെ ഓരോന്നായി പിടിച്ചു തിന്നു. ഒന്ന് പോയാലെന്താ, 100 കിട്ടാൻ പോണത്. ഈ മുടന്തൻ്റെ പിന്നാലെ പോയാൽ സ്ഥലം കണ്ടുപിടിക്കാം. മനസ്സിലായോ? നമുക്കേ ഇച്ചിരി കഷ്ടകാലമുണ്ട്. അതല്ലേ എലിയെ തിന്ന് വയറ് വൃത്തിയാക്കേണ്ടി വരുന്നത്. കഷ്ടകാലത്തിനകത്ത് നല്ല കാലം വരുമ്പോഴാണ് 100 എലിയെ ഒരുമിച്ച് കിട്ടുന്നത്. താൻ വിഷമിക്കണ്ട. എന്നെങ്കിലും ഇതുപോലെ മുയലുകളുടെ രാജാവും വരും. എന്താടേ താനൊന്നും മിണ്ടാത്തത്? ശേരു, ഇത്ര പെട്ടെന്ന് ശേരു ഇവിടെ പോയി? ഹലോ, എൻ്റെ അമ്മേ, കാട്ടുമുത്തപ്പ, കരിനാക്കൻ. ചേട്ടാ, തൂങ്ങിക്കിടന്ന് ബോറടിച്ചു. വാ, നമുക്കെന്തെങ്കിലും സംസാരിച്ചിരിക്കാം. എൻ്റെ പൊന്നു കരിനാക്ക, വേണ്ട. നിന്റെ സംസാരമേ അത്ര ശരിയല്ല. നീ എന്നൊക്കെ നാക്കു വളച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അന്നൊക്കെ എനിക്ക് ഗുലുമാലായിരുന്നു. അങ്ങനെ പറയല്ലേ ചേട്ടാ, പ്ലീസ്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച പോലെയായി എൻ്റെ സ്ഥിതി. എന്ത് പറഞ്ഞത്? ചേട്ടൻ പാമ്പ് കടിച്ചെന്നോ? എപ്പോ? കരിനാക്കനാ? ദുഷ്ടാ, മിണ്ടാതിരിങ്ങേ. എൻ്റെ കാട്ടുമുത്തപ്പ പാമ്പ്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ കരിനാക്ക. വാക്യത്തിന് രക്ഷപ്പെട്ടു. എന്നാലും അവൻ്റെ ഒരു നാക്ക്. ചേട്ടാ, പഹയ, നീ പിന്നെ വന്നോ? സത്യമായിട്ടും അതെൻ്റെ കുറ്റമല്ല. ഞാൻ പറഞ്ഞില്ലെങ്കിലും മൂപ്പര് താഴെ വീണേനെ. ഒരക്ഷരം മിണ്ടരുത്. ചേട്ടനെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഓടാ, കടന്നു പോകാൻ. ഇതിപ്പോൾ മൊങ്ങാനിരുന്നതിൻ്റെ തലയിൽ തേങ്ങ വീണ പോലെ ആയല്ലോ. ടങ്! സ്ഥലം വിടുന്നതാ ബുദ്ധി. കരിനാക്കനെ പിടിക്കാൻ ഞാൻ ഇനി ഒരു എലിയെ പോലും തരുന്നില്ല. ഇത് സത്യം. അതേസമയം, എടാ മിടുക്ക, സംഗതി ഒപ്പിച്ചല്ലോ. സംഗതി വിചാരിച്ചതിനേക്കാൾ ഈസിയായിരുന്നു. എന്നെ കണ്ടപ്പോഴേ ബോധം കെട്ടു. ഞാൻ നോക്കുമ്പോൾ ഇവനൊരു കുറുക്കനെ ഇട്ട് ഓടിക്കുന്നു. ഞാനങ്ങ് ചെന്ന് അതോടെ ടീം ഇവൻ്റെ കാറ്റുപോയി. എന്തായാലും ഇവനെ എടുത്താൽ പിള്ളേരുടെ മുമ്പിൽ കൊണ്ടിടാം. ഉണരുമ്പോൾ കടിച്ചു മുറിച്ച് തിന്നോട്ടെ. ഇവനൊന്നും ഉണർന്നാലേ ആദ്യത്തെ കടി എനിക്കാ. പേടിക്കാതെ രാഗിനി, ഞാനില്ലേ കൂടെ? അമ്മൂമ്മയ്ക്ക് ഇത്രയും പേടിയാണെങ്കിൽ എന്തിനാ ഞങ്ങളുടെ കൂടെ വന്നത്? ഇത് തന്നെ സ്ഥലം. കുന്തം ഇറക്കിക്കോ. അയ്യോ, എന്താ കുട്ടൂസാ? പിള്ളേരെവിടെയും മരത്തിൽ കെട്ടിയിരുന്നതാ. പള്ളി മാത്രം കിടപ്പുണ്ട്. ആരോ അമ്മരെ കടത്തിക്കൊണ്ട് പോയി. വാ, പോയേക്കാം. ഇനി ഇവിടെ നിന്നിട്ടെന്ത് കാര്യം? ലുട്ടാപ്പി, കടുവയെടുത്തോ? എന്നാലും രാജുവും രാധയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ പോയി. ഒരു ചങ്ങാതി. അവർ സ്ഥലം വിട്ടു. മരത്തിന് പിന്നിൽ നിന്ന് മറ്റൊരാൾ പുറത്തേക്ക് വന്നു. നന്ദി മോങ്കളി വന്നില്ലായിരുന്നെങ്കിൽ ഓർക്കാൻ കൂടി വയ്യ. പക്ഷേ മായാവി ഇപ്പോഴും അവരുടെ പിടിയിലല്ലേ? അതെ, എങ്ങനെയെങ്കിലും മായാവിയെ രക്ഷിക്കണം. മോങ്കളി ഒരു നിമിഷം ആലോചിച്ചു. വഴിയുണ്ട്, ഞാനൊന്ന് വേഷം മാറാം. വേഷം മാറുകയോ? അങ്ങനെ അതൊക്കെയുണ്ട്. ഇതാ വരുന്നു. അല്പനേരം കഴിഞ്ഞ്. എങ്ങനെയുണ്ട്? മായാവി അല്ല, മോങ്കളി. അത്ഭുതം. പെട്ടെന്ന് കണ്ടാൽ മായാവിയാണെന്നേ പറയൂ. മായാവി ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടില്ലെന്ന് മാത്രം. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം, അവരുടെ അടുത്തേക്ക്. അതേസമയം, കടിച്ചതും പോയി പിടിച്ചതും പോയി എന്ന് പറഞ്ഞ പോലെ. പിടിച്ചത് പോയിട്ടില്ല ഡാഗിനി, ഇതാ ഇവൻ കയ്യിലില്ലേ? സൂത്ര. അയ്യോ, കടുവച്ചാർ ഉണർന്നു. പക്ഷേ എൻ്റെ കാട്ടുമുത്തപ്പാ. പിന്നെയും ബോധം പോയി. ഇത് കടുവയോ പൂച്ചയോ? എവിടെ നിന്ന് കിട്ടിയാടാ നിനക്ക് ഈ പേടിക്കോലത്തിനെ? പിള്ളേരെ ഇനി പിടിക്കാൻ യാതൊരു വഴിയും കാണുന്നില്ലല്ലോ കുട്ടൂസ. വഴിയുണ്ട് ഡാഗിനി. ഈ കുട്ടൂസിനെ പറ്റി എന്ത് വിചാരിച്ചു? ഒരു അത്യുഗ്രൻ വഴിതാ ഈ സഞ്ചിയിലുണ്ട്. ഇതെന്താ, പരീക്ഷ പേപ്പറോ? പരീക്ഷ പേപ്പറല്ല, മാന്ത്രിക പേപ്പർ. ഇതിനകത്ത് ഞാൻ പിള്ളേരുടെ പേരെഴുതുന്നു. രാജു, രാധ. ഇനി 4 വരി മന്ത്രമുണ്ട്. അത് കഴിഞ്ഞ് ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ അയാൾ ഈ പിള്ളേരുടെ മുന്നിൽ വന്ന് ചാടും. മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ പേര് പറയും. അതോടെ പിള്ളേർ എവിടെയാണെങ്കിലും ഞാൻ അവിടെ എത്തും. എന്നാൽ പിന്നെ വയ്ക്കണ്ട, മന്ത്രം തുടങ്ങിക്കോ. ജഗണ ജുഗണ മണ്ടാനി, ശകട വികട മുണ്ടാനി, ചക്കിണി ജുഗണി ചുക്കാണി. നമ്മൾ കരുതിയതിനേക്കാൾ മികച്ച തക്കമാണിത്. ചക്കിരി മക്കിരി തേങ്ങാണി. 4ാമത്തെ വരിയായി. വേഗം, മിന്നൽ പോലെ മൊങ്കളിയുടെ നീക്കം. മായാവി. കുട്ടൂസ മായാവി പറഞ്ഞതും ചിൽ, മന്ത്രം ഫലിച്ചു. ഞാൻ രാജുവിൻ്റെ രാധയുടെ മുന്നിലെത്തി. പിന്നെ മായാവി. 2 മായാവിയോ? ഓടിക്കോ, ഇനി രക്ഷയില്ല. നന്ദി മൊങ്കളി, നന്ദി. മായാവി, ഇനി എൻ്റെ വേഷം അഴിച്ചു മാറ്റാമല്ലോ. ഈ കൊമ്പുകൾ 2ഉം വലിയ മുള്ളുകളാ. തലയിൽ
കെട്ട് വെറുമൊരു കാട്ടുവള്ളിയും. ഈ വടി എങ്ങനെ ഒപ്പിച്ചു? മുള്ളി നിറഞ്ഞൊരു തരം പഴം, കമ്പിയിൽ കുത്തി നിർത്തിയെന്ന് മാത്രം. ആഹാ, കൊള്ളാം. വൈകാതെ പോയി വരാം കൂട്ടുകാരെ, വീണ്ടും കാണാം മൊങ്കളി. ഔ, പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചല്ലോ. ഇല്ല, രാത്രിയായില്ലേ, പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്ന് വെച്ചാൽ? കുപ്പിലിരുന്ന് ഞാൻ കേട്ടതെല്ലാം ശരിയാണെങ്കിൽ വലിയൊരു അപകടം എത്തിക്കഴിഞ്ഞു. ഞാൻ വിശദമായി പറഞ്ഞു തരാം. ഞാനൊഴികെ ഒരൊറ്റയാളെ അപകടത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളൂ. ആരാണത്? തുമ്പൻ. വിക്രമനും മുത്തും ആയുധങ്ങളുമായി കോട്ടക്കരികിലേക്ക്. നമ്മൾ കരുതിയെങ്കിലും വൈകി. രാത്രിയാവും മുമ്പേ വരാമായിരുന്നു. വിക്രമ, ദേ മറ്റൊരു പെട്ടി. ഇന്നൊരു പെട്ടി ദിവസമാണല്ലോ. ഈ പെട്ടി വെട്ടിപ്പൊളിക്കണ്ട, പാതി തുറന്നു കിടക്കുന്നത്. യു ആർ അണ്ടർ അറസ്റ്റ്. ഹാ! എന്നാൽ പെട്ടിയിൽ നിന്ന് പുറത്തു വന്നത് ചതിച്ചോ ജമ്പൻ. പെട്ടി കണ്ടാൽ നിങ്ങൾ വിടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പറ, എവിടെ മറ്റേ പെട്ടി? പറയാം. വിക്രമൻ എല്ലാ കാര്യങ്ങളും ജമ്പനോട് പറഞ്ഞു. ഓഹോ, എങ്കിൽ ചലോ. പഴയ കോട്ട. കോട്ടക്കകത്ത് എന്തൊരിരുട്ട്. ഡോൺ വറി, ഒരു ഡിറ്റക്റ്റീവിൻ്റെ കയ്യിൽ എപ്പോഴും ടോർച്ചുണ്ടാവും. ജമ്പൻ സാർ, ഇതാ മൂലക്കാ പെട്ടി. ജമ്പൻ ടോർച്ച് തെളിച്ചു. ആ കാഴ്ച കണ്ട് ജമ്പൻ്റെ കണ്ണുകളും ടോർച്ച് പോലെ മിന്നിപ്പോയി. തുറന്നു കിടക്കുന്ന പെട്ടി. മൈ ഗോഡ്, നിധി ആരോ അടിച്ചു മാറ്റി. പെട്ടെന്ന് പുറത്തെന്തോ ശബ്ദം കേട്ടു. ആരോ ഓടിപ്പോകുന്നു. ക്യാച്ച് ഹിം. ജമ്പൻ പുറത്തേക്ക് കുതിച്ചു. അതാ ഓടിപ്പോകുന്നു വെളുത്ത നിറമുള്ള പടുകൂറ്റൻ ചെന്നായ. ഓ ഓ അതോടൊപ്പം നൂറുകണക്കിന് ചെന്നായകളുടെ ഓരിയുടെ അലയടിച്ചു. ചകലെ. അവൻ പുറത്തിറങ്ങി. ഈ മൊട്ടത്തലയും ബോസ് ഇവിടെ ചെന്നു കിടക്കുന്നോ ആവും. മിക്കവാറും അങ്ങയുടെ കാര്യം കട്ടപ്പുകയാവും. ഇതാണ് മണ്ടന്മാരെ പിടിച്ച് ബോസാക്കിയാലുള്ള കുഴപ്പം. അപ്പോഴതാ ജമ്പൻ ടോർച്ചും പിടിച്ച് അമേരിക്കയിലെ സ്വതന്ത്രപ്രതിമ പോലെ നിൽക്കുന്നു. ഇവിടെയുണ്ടോ? ഇപ്പോഴും ജീവനുണ്ടല്ലോ അല്ലേ? ഫുൾ. കൊള്ളക്കാരെ പിടിക്കാൻ പോയിട്ട് എവിടെയായിരുന്നു ഇതുവരെ? ഇങ്ങനെ മണ്ടത്തരം പറയുന്ന ഡിറ്റക്റ്റീവുമാരെ പിരിച്ചുവിടണം. താങ്കൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് തന്നെ ഭാഗ്യം. കൊള്ളക്കാരെ ഞാൻ പിടിച്ച് ഇതിനകത്തിട്ടിട്ടുണ്ട്, അറിയാമോ? അകത്ത് കിടക്കുന്നവരുടെ കാര്യം പോട്ടെ, ഒരുത്തൻ പുറത്തു പോയത് അറിഞ്ഞില്ലായിരിക്കും. പുറത്തു പോയവനോ? ആ ചെന്നായായിരിക്കും. അവന് ഈ കേസിൽ പങ്കില്ല. ദൈവമേ, ഒഴിഞ്ഞ തല നീ തന്നെ കാത്തോളണേ. അസിസ്റ്റന്റ് അതിൽ കടക്കുന്നു. എങ്കിലും പറയാം, ആ ചെന്നായാണ് ഈ കേസിലെ മുഖ്യപ്രതി. എങ്ങനെ പറയാം? ഇടക്ക് കയറി ചോദിക്കുകയോ പേടിച്ച് ബോധം കെടുക്കുകയോ ചെയ്യരുത്. മറ്റൊരിടത്ത്. ഇപ്പം ഡാങ്കിനി പറഞ്ഞത് നേരെയായി. കടിച്ചതുമില്ല, പിടിച്ചതുമില്ല. കഷ്ടകാലത്തിന് ആ മന്ത്രിക കടലാസ് എവിടെയോ വീണുപോയി. ആരോ വരുന്നുണ്ടല്ലോ. അമ്പട, അതവനാ, ആ പേടിത്തൊണ്ടൻ കടുവ. നാശം, ഇവനെ ഇനി ഇവിടെ കണ്ടുപോകരുത്. ഓടിച്ചു വിടടാ ലുട്ടാപ്പി അവനെ. ബോധം കെട്ടവൻ കഥ കഴിയുമെന്ന് അറിഞ്ഞിട്ടോ എന്തോ ഇത്തവണ ശരി ബോധം കെട്ടില്ല. എൻ്റെ അമ്മോ, പിന്നെയും പ്രേതം ശല്യം. പോയി കിട്ടി. ഗൂ കുട്ടൂസ. ആരാ അത്? കുട്ടൂസൻ തിരിഞ്ഞു നോക്കി. അവിടെ തമ്പുരാനേ. മുർ. രാക്ഷസച്ചെന്നായ. മന്ത്രം ചൊല്ലി അതിനെ മയക്കു കുട്ടൂസ. രക്ഷയില്ലടാങ്ങിനി. മന്ത്രം ഏൽക്കുന്നില്ല. അതിൻ്റെ രൂപം മാറുന്നുണ്ടോയെന്നൊരു സംശയം. ചെന്നായുടെ രൂപം പതുക്കെ മറഞ്ഞു. പകരം മറ്റൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു. അയ്യോ, ആരാ? മനസ്സിലായില്ല. ഡ്രാക്കുള. അതേസമയം മറ്റൊരിടത്ത്. ഈ പ്രദേശം മുഴുവൻ കെണികളായി. ഇനി ആ കരിനാക്കനൊന്ന് ഇതിലെ പറഞ്ഞാൽ മാത്രം മതി. അവൻ എവിടെ പോയോ ആവോ? കരിനാക്ക, ചാവാൻ തയ്യാറായിക്കോ. അതേസമയം നിന്നെ ഈ ജില്ല കടത്തിയിട്ട് ഈ ലുട്ടാപ്പി അടങ്ങൂ. ഓട്ടത്തിനുള്ള ലുട്ടാപ്പി പരിചയമുള്ള ഒരു സ്വരം കേട്ടു. അതവരല്ലേ? തുമ്പൻ പറഞ്ഞ വാർത്ത കേട്ട് ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയായിരുന്നു ജമ്പൻ. അപ്പോൾ വിക്രമൻ കൊണ്ടുവന്നത് ശവപ്പെട്ടിയായിരുന്നു. അതെ, പെട്ടിക്കകത്ത് നിന്ന് എണീറ്റോടിയത് ശവവും. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അത് ഡ്രാക്കുളയായിരുന്നു. ഡ്രാക്കുള. തലക്കകത്ത് ഒരു ബൾബ് ഫ്യൂസായതുപോലെ തോന്നി ജമ്പന്. എനിക്ക് തലക്കൊരു പെരുവരുപ്പം. ബോധം കെടാനുള്ള നേരമില്ല ഇത്. ഉള്ള നേരത്ത് സ്ഥലം വിടാം, അതാ ബുദ്ധി. ജമ്പൻ്റെ കർത്തവ്യബോധം പൊടുന്നനെ ഉണർന്നു. പാടില്ല. ഒരു ഡിറ്റക്റ്റീവ് പേടിത്തൊണ്ടനെ പോലെ ഓടിച്ചോടാൻ പാടില്ല. എങ്കിൽ ഒരു മരമണ്ടനെ പോലെ പ്രേതം പിടിച്ച് ചാവാം. ഐഡിയ. ഡ്രാക്കുളപ്പെട്ടി കൊണ്ടുവരാൻ വിക്രമൻ ഉപയോഗിച്ച ടൈം മെഷീൻ അവരുടെ കയ്യിൽ തന്നെയുണ്ട്. അതുപയോഗിച്ച് ഡ്രാക്കുളയെ തിരിച്ചു കൊണ്ടുപോകണം. ജമ്പൻ കോട്ടയകത്ത് പോയി യന്ത്രവുമായി മടങ്ങി വന്നു. കിട്ടി. ഇത് നമ്മൾ കസ്റ്റഡിയിൽ വെക്കണം. അടുത്ത നിമിഷം ഒരു നിലവിളി മുഴങ്ങി. അയ്യോ, ഓടി വരണു കുട്ടൂസൻ. രക്ഷിക്കണേ, ഡാഗിനിയെ ഡ്രാക്കുള പിടിച്ചേ. ആനയുടെ ഒരുപ്പമുള്ള ചെന്നായ. അത് ഡ്രാക്കുളയാ.
ആ അറിയാം. അതോ എന്തോ അവിടെ ഒരു ശബ്ദം. അത് ലുട്ടാപ്പി ബോധം കെട്ട് വീണതാ. പുള്ളി ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഡോൺ വറി ഓൾഡ് മാൻ, ഡ്രാക്കുളയെ ഈ ചെമ്പൻ തിരിച്ചയക്കും. എങ്ങനെ? ദാ ഈ യന്ത്രം ഉപയോഗിച്ച്. ചെമ്പൻ പറഞ്ഞു തീർന്നതും കയ്യിലിരുന്ന യന്ത്രം പൊട്ടിച്ചിതറി. ക്ലിങ്! ഒപ്പം പുറകിൽ പൊട്ടിച്ചിരി വന്നു. ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ. ഡ്രാക്കുളയും ഒരു പറ്റം ചെന്നായ്ക്കളും. ഹ ഹ ഹ ഹ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നല്ല നേരത്തെ സ്ഥലം വിടാമെന്ന്. ഇനിയിപ്പോൾ അനുഭവിച്ചോ. ചെമ്മൻ തോക്ക് ചൂണ്ടി അലറി വിളിച്ചു. യു ആർ അണ്ടർ അറസ്റ്റ്. മണ്ടത്തരം പറയരുത്. പ്രേതത്തിനെ പൂട്ടിയിടുന്ന ജയില് നമ്മുടെ നാട്ടിലില്ല. ഡ്രാക്കുള ചെന്നായ്ക്കളോട് കൽപ്പിച്ചു. ചെല്ലൂ, ഇവരെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. അലറിയടിക്കുന്ന ചെന്നായ്പട. ഹീ ബോസ്, ഈ അപ്പൂപ്പന് പേടിച്ച് വട്ടായെന്നൊരു സംശയം. തോക്ക് പൊട്ടുന്നില്ല, ഓടിക്കോ. നീ രക്ഷപ്പെട്ടാൽ നാട്ടിലെനിക്കൊരു സ്മാരകം പണിയണം. പറ്റുമെന്ന് തോന്നുന്നില്ല. രക്ഷപ്പെടണമെങ്കിൽ അത്ഭുതം സംഭവിക്കണം. അത്ഭുതം സംഭവിച്ചു. നമ്മളെ കടിക്കാൻ വന്ന കശ്മലന്മാർ അതാ പൊങ്ങിപ്പോകുന്നു. വെളിച്ച തെന്നായ്ക്കൾ മേഘങ്ങൾ പോലെ ആകാശത്ത് പറന്നു നടന്നു. ഡ്രാക്കുളയുടെ കണ്ണുകൾ ജ്വലിച്ചു. ആരാണിത് ചെയ്തത്? മായാവി, മായാവി. അടുത്ത നിമിഷം ഡ്രാക്കുള ചെന്നായുടെ രൂപമെടുത്തു എങ്ങോട്ടോ ഓടി മറഞ്ഞു. നേരം വെളുക്കാറായി. ഡ്രാക്കുള ഉടൻ തിരിച്ചു വരും. പകൽ സമയത്ത് അവൻ പെട്ടിയിൽ കിടന്നേ പറ്റൂ. പെട്ടിയിൽ കയറിയാൽ എളുപ്പമല്ലേ? മരക്കുറ്റി അടിച്ച് കയറ്റി നശിപ്പിക്കാമല്ലോ. ഇല്ല, നടപ്പില്ല. ഡ്രാക്കുള അങ്ങനെ ഇല്ലാതാവുന്ന വിദ്യ അറിയുന്നവർ നമുക്കിടയിലില്ല. അപ്പോൾ ഞാൻ മറ്റൊരു വിദ്യ പറയാം. പണ്ടെങ്ങോ വായിച്ച് ഓർമ്മയുണ്ട്. സൂര്യൻ ഉദിക്കും മുമ്പ് പെട്ടിയിലേക്ക് ഡ്രാക്കുള തിരിച്ചു വരും. അപ്പോൾ പെട്ടിയിൽ മറ്റാരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ശക്തി കുറയും. അന്നേരം ഡ്രാക്കുളയ്ക്ക് രൂപം മാറേണ്ടി വരും. രൂപം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞാനേറ്റു. ഡ്രാക്കുളയുടെ പെട്ടിയിൽ കിടക്കാൻ ഞാൻ തയ്യാർ. ഡ്രാക്കുള അതാ തിരിച്ചു വന്നു. അയ്യോ, അവൻ കോട്ടയിൽ കയറി കഴിഞ്ഞു. ഹോ, നമ്മൾ വൈകി. അവൻ അകത്തെത്തി. തുമ്പ, വേഗം. നമുക്കൊന്നും ചെയ്യാനില്ല. ഡ്രാക്കുള പെട്ടി തുറന്നു കഴിഞ്ഞു. എന്നാൽ പെട്ടി തുറന്നതും ഡ്രാക്കുളയുടെ മുഖം വികൃതമായി. ആ! അടുത്ത നിമിഷം ഡ്രാക്കുള ഒരു കടവാലായി രൂപം മാറി. എന്നിട്ട് പുറത്തേക്ക് പറന്നു. അപ്പോൾ ആരോ പെട്ടിയിലുണ്ട്. ആരായിരിക്കും? അവർ വേഗം പെട്ടിക്കകത്തെത്തി. ഹോ, വാട്ട് എ സർപ്രൈസ്! നടന്നൊന്നും അറിയാതെ സുഖമായി കൂർക്കം വലിച്ചിറങ്ങുന്ന ഷേരു. കൂട്ടുകാരെ, എനിക്ക് അല്പം ജോലി ബാക്കിയുണ്ട്. പുറത്ത് അവസാനം അതാ വരുന്നു കരിനാക്കൻ, സൂത്രൻ്റെ സൂപ്പർ കെണി. പ്ലേങ് ടിങ് ക്രിങ് ധൂം. അയ്യോ സോറി, ആളു മാറി. ഇതാരാ? സൂത്രൻ എൻ്റെ ജോലി എളുപ്പമാക്കി. അതൊരു രൂപം മാറിയ ഡ്രാക്കുളയായിരുന്നു. മായാവി പറഞ്ഞിറങ്ങി. എന്നിട്ട് മാന്ത്രികവടി കൊണ്ട് ഡ്രാക്കുളയെ തൊട്ടു. പെട്ടെന്ന് ഡ്രാക്കുള പൊടിയായി മണ്ണിനോട് ചേർന്നു. അടുത്ത നിമിഷം നൂറുകണക്കിന് എലികൾ കോട്ടയിൽ നിന്ന് ഇറങ്ങിയോടി എവിടെയോ മറഞ്ഞു. വൈകാതെ അങ്ങനെ എല്ലാം അവസാനിച്ചു. മായാവി അറിഞ്ഞോ? കുട്ടൂസനും ഡാകിനിയും ലുട്ടാപ്പിയും പനി പിടിച്ച് കിടപ്പായി. ഹലോ ചെന്നിനായകം, 2 കൊള്ളക്കാരെ ഞാൻ പിടിച്ച് കോട്ടയകത്ത് പൂട്ടിയിട്ടിട്ടുണ്ട്. അറസ്റ്റിതം. പ്രധാനമന്ത്രി വിളിച്ചു. ഡൽഹിയിലോട്ടൊന്ന് ചെല്ലാമോ എന്ന്. അപ്പോൾ മായാവി, നമുക്ക് പിരിയാൻ നേരമായി. 1 മിനിറ്റ്. കെണി ഞാൻ കണ്ടു. തകർപ്പൻ. പോലീസിൽ ചെല്ലാൻ താല്പര്യമുണ്ടോ? ഇനിയും കാണാം. ഷോ, മറന്നു. ഡ്രാക്കുളയെയും ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാമായിരുന്നു, പത്രത്തിൽ കൊടുക്കാൻ. സൂത്ര, ഒരു സംശയം. ഇവന്മാരൊക്കെ ആരാ? ആർക്കറിയാം? ഹലോ അമ്മേ, കരിനാക്കൻ. എന്താ ഒരു ബഹളം കേട്ടത്? കോട്ട ഇടിഞ്ഞു വീണതാണോ? ദുഷ്ടൻ നാക്ക് വിളച്ചു. ദേ ഇടിഞ്ഞു പോരുന്നു കോട്ട. ഓടിക്കോ.